നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ സാമ്പത്തിക ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നതിൽ RBIയുടെ പണനയ തീരുമാനങ്ങൾ നിർണായകമാണ്. റിപ്പോ നിരക്കിലെ മാറ്റം വായ്പാ ചെലവിനെ നേരിട്ട് സ്വാധീനിക്കാറുണ്ട്. റിപ്പോ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ബാങ്ക് വായ്പകളുടെ പലിശ നിരക്കുകൾ യഥാർത്ഥത്തിൽ കുറയുമോ? റിസർവ് ബാങ്കിൻ്റെ സമീപകാല റിപ്പോ നിരക്ക് കുറയ്ക്കലും ബാങ്ക് വായ്പാ പലിശ നിരക്കുകളിൽ അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെയും പറ്റിയാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് KA ബാബു, KSFE ഡയറക്ടർ T നരേന്ദ്രൻ, റിലയബിൾ ഫിസിക്കൽ സർവീസസ് MD ജിജോ തോമസ് എന്നിവർ. ആദ്യം ശ്രീ KA ബാബു, RBIയുടെ റിപ്പോ നിരക്ക് കുറവ് വിവിധ വായ്പാ നിരക്കുകളിൽ എന്ത് മാറ്റമുണ്ടാക്കും? ഇത്തവണത്തെ ഒരു ഡിസിഷൻ, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ, സാധാരണ നമ്മൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കുറഞ്ഞ ഒരു ഡിസിഷനാണ് സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത്തവണ RBIയുടെ ഡിസിഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചേക്കാൾ ഒരു പടി മുന്നിലായിട്ടുള്ള ഒരു ഡിസിഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത്തവണ എടുത്തിരിക്കുന്നത്. ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു കുറവുണ്ടാകുമെന്ന് പൊതുവെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. ഇൻഫ്ലേഷൻ്റെ റേറ്റ് 3.16%, 3.2% എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റിലേക്ക് കുറഞ്ഞു വന്നിരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ 4% എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അഭികാമ്യം എന്ന് പറയുന്ന 4%-നേക്കാൾ കുറഞ്ഞ റേറ്റിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് റേറ്റ് കുറയ്ക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ മാനേജ്മെന്റും ലിക്വിഡിറ്റി മാനേജ്മെന്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്കിനും അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കും തീരുമാനങ്ങൾ എടുക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രോത്തിലേക്ക് ഉള്ളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻസ് എടുക്കണം എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മാറിയ ഡയറക്ഷണൽ ചേഞ്ച് ആണ്. നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാനമായിട്ടും ലിക്വിഡിറ്റിയിലെയും ഇൻഫ്ലേഷനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത സമയത്ത് കൂടുതലായിട്ട് തന്നെ നമുക്കൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് കൂടെ അല്ലെങ്കിൽ സർക്കാരിനോട് കൂടെ ഫിസിക്കൽ പോളിസിയോട് കൂടെ ഒരു ഗ്രോത്ത് പാർട്ട്ണർ ആവാം എന്നുള്ള രീതിയിൽ തെറ്റില്ല എന്നുള്ളൊരു സമീപനത്തിലേക്ക് ഒരു ഡയറക്ഷണൽ അപ്രോച്ചിൽ ഡിഫറൻസ് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാൻ ഇത്തവണ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലായിരുന്നെങ്കിൽ 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണ് വന്നത്. പുതിയ ഗവർണർ വന്ന് ഉത്തരവാദിത്തം എടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലാണ് 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വന്നത്. അത് അന്ന് 25 ബേസിസ് പോയിന്റിന്റെ ഒരു കുറവ് കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിനുള്ള സാഹചര്യങ്ങൾ അത്ര പൂർണ്ണമായിട്ട് അനുകൂലമല്ലായിരുന്നു താനും. പക്ഷെ എന്നാലും പുതിയ ഗവർണർ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായത്. അതേസമയം ഏപ്രിൽ മാസത്തിലേക്ക് വന്നപ്പോൾ 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വരുത്തി. അങ്ങനെ 50 ബേസിസ് പോയിന്റ് ഈ ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 2 മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ കുറവ് വരുത്തി. ഇപ്പോൾ നമ്മൾ 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അത് 50 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു ആ കുറവ് വരുത്തിയിരിക്കുന്നതിന്റെ ഒരു റാഷണലിലേക്ക് ഞാൻ ഡിസ്കഷൻ കൊണ്ടുപോകുന്നില്ല. അതേസമയം
ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 50 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ബാങ്ക് പലിശയിൽ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ബാങ്ക് പലിശയിൽ 50 ബേസിസ് പോയിന്റ്സിന്റെ തന്നെ കുറവ് തീർച്ചയായിട്ടും വരുത്തുന്ന ഒരു തീരുമാനമാണ്. ഇപ്പൊ ജനുവരി മാസത്തെയും 25 ബേസിസ് പോയിന്റും ഏപ്രിൽ മാസത്തിലെ 25 ബേസിസ് പോയിന്റും ഇപ്പോൾ എടുത്തിരിക്കുന്ന 50 ബേസിസ് പോയിന്റ്സ് അടക്കം 100 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് ബാങ്കിൽ നിലവിൽ ലോൺ എടുത്തിരിക്കുന്ന ആളുകളുടെ തവണയിൽ കുറവ് വരും. അതുപോലെ തന്നെ പുതുതായിട്ട് ലോൺ എടുക്കുന്ന ആളുകൾക്ക് ബാങ്ക് യുക്തമായിട്ടുള്ള 50 ബേസിസ് പോയിന്റ്സ് തന്നെ കുറച്ച് കൊടുക്കണമെന്നില്ല, യുക്തമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കുറവ് അങ്ങനെ ബാങ്കുകൾക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇതിന്റെ കുറവ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമോ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ എപ്പോഴും ഒരു പ്രസക്തമായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ആ കാര്യം കൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാം അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേറ്ററി ഡയറക്ഷൻ അനുസരിച്ച് തന്നെ ഈ ബാങ്കുകൾക്കും അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു റിപ്പോ റേറ്റിൽ ഒരു കുറവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത് ഇടപാടുകാരിലേക്ക് കൊടുക്കാൻ ഒരു 90 ഡേയ്സിന്റെ വിൻഡോ ഉണ്ട്. 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തു തുടങ്ങിയിരിക്കുന്ന ബാങ്കുകൾ അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ 3 മാസം വരെയുള്ള വിൻഡോ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ചില ബാങ്കുകൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു കുറവ് ആളുകളിലേക്ക് കൊടുക്കുക. 60% ബാങ്ക് ലോണുകളാണ് ഇന്ന് നമ്മൾ റിപ്പോ റേറ്റ് ആയിട്ട് ഇന്ത്യയിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 60% ബാങ്ക് വായ്പകളാണ്. അപ്പൊ ഈ 60% ബാങ്ക് വായ്പകൾക്കാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി 40% ബാങ്ക് വായ്പകൾ MCLR-ലും മറ്റു ബെഞ്ച് മാർക്കുകളിലാണ് കിടക്കുന്നത്. പക്ഷെ അവിടെയും അതിന്റെ ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടി നരേന്ദ്രൻ, റിപ്പോ നിരക്ക് കുറഞ്ഞതിന് ആനുപാതികമായി ബാങ്കുകൾ വായ്പാ നിരക്കുകൾ സാധാരണഗതിയിൽ കുറയ്ക്കാറുണ്ടോ? റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ വായ്പ എടുക്കുന്നവർക്ക് ലഭിക്കാറുണ്ടോ? തീർച്ചയായിട്ടും തിയററ്റിക്കലായി ഈ കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതാപരമാണ്. എന്നാൽ പ്രായോഗികമായി വരുമ്പോൾ ഇവിടെ നേരത്തെ മിസ്റ്റർ ബാബു സൂചിപ്പിച്ചതുപോലെ മൊത്തം വായ്പയുടെ 50% or 60% ആളുകൾക്കാണ് അതിൻ്റെ ഗുണലഭ്യത അനുഭവിക്കാൻ കഴിയുക. അതുതന്നെ 3 മാസത്തെ പീരീഡ് വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമുണ്ട്. 2, ഇപ്പോൾ ഡിസംബറിലും ഈ പ്രവണത തുടരും എന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ തിയററ്റിക്കലി അത്തരം അനുകൂലമായൊരു സാഹചര്യവും പലിശ കുറയുമെന്ന പ്രതീക്ഷയും ഇടപാടുകാരിലും വായ്പ എടുക്കുന്നവരിലും വലിയ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കും. യഥാർത്ഥ പ്രശ്നം റിപ്പോ നിരക്കാണെങ്കിലും റിവേഴ്സ് റിപ്പോ നിരക്കാണെങ്കിലും റിസർവ് ബാങ്കിന്റെ കാലങ്ങളായി തുടരുന്ന ഓപ്പറേഷൻസ് അഥവാ റിസർവ് ബാങ്ക് ബാങ്കേഴ്സ് ടു ബാങ്കർ എന്ന രീതിയിൽ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക്, ബാങ്കുകൾ റിസർവ് ബാങ്കിന് പണം നൽകുമ്പോൾ അനുവദിക്കുന്ന പലിശ നിരക്ക്, ഈ 2 വായ്പാ നിരക്കുകളുടെ അനുപാതമനുസരിച്ച് രാജ്യത്തെ പലിശ നിരക്കിൽ വ്യതിയാനം വരുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ പണത്തിന്റെ ക്വാണ്ടം കുറയുകയും കൂടുകയും ചെയ്യും എന്ന ആ തിയററ്റിക്കൽ ആസ്പെക്ട് നിശ്ചയമായും പുതിയ കാലത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാലത്തുള്ളത്ര രീതിയിൽ എഫക്റ്റീവ് അല്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ബാലിസ്റ്റിക് മിസൈലുകളും AK-47 ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം നടക്കുന്നതെങ്കിൽ ഇപ്പാരും അമ്പും വില്ലൊന്നും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഒക്കെ തന്നെ റിസർവ് ബാങ്കിന്റെ കഴിഞ്ഞ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു സമ്പ്രദായം അനുസരിച്ച് വർത്തമാനകാലത്തെ ഫിനാൻഷ്യൽ റെഗുലേഷൻ സ്കീമുകളെ കുറിച്ച് വേണ്ടത്ര പ്രായോഗികമായി അത് ഫലം ഉണ്ടാകും എന്ന് കരുതുന്നത് പ്രായോഗികമല്ല, അഥവാ അത് വസ്തുതാപരമല്ല. കാരണം ഇന്ന് കേവലം റിസർവ് ബാങ്കിന്റെ ഈ വായ്പ റിപ്പോ നിരക്കിനെ ആശ്രയിച്ച് മാത്രമല്ല കമ്പോളത്തിലെ ഫണ്ടിന്റെ അവൈലബിലിറ്റി, ഒട്ടനവധി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എന്നു മാത്രമല്ല ചില ബാങ്കുകൾക്ക് ഫണ്ടിന്റെ എക്സസ് ഉണ്ടാകാം, ചില ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഷോർട്ടേജ് ഉണ്ടാകാം.
ഇത് രണ്ടും ആസ്പദമാക്കി കണക്കിലെടുക്കുന്നത് കേവലം റിവേഴ്സ് റിപ്പോ ഫാക്ടർ മാത്രമല്ല, വായ്പയുടെ ഡിമാൻഡ്, ആളുകളുടെ വാങ്ങൽ ശേഷി, കഴിവ്, എക്സ്റ്റേണൽ ബോറോയിങ്സിന്റെ സാധ്യത, ഒട്ടനവധി മറ്റ് റിസോഴ്സുകളിൽ നിന്നും പണം സമാഹരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒട്ടനവധി ഘടകങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതുമേ മാത്രം കേന്ദ്രീകരിച്ച് എക്കണോമിയെ പ്രവചിക്കുന്നതും വിശകലനം ചെയ്യുന്നതും അൺസയന്റിഫിക് ആണ്. ഓഫ്കോഴ്സ് അമ്പും വില്ലും നല്ല ആയുധല്ല ഇപ്പോഴും, യെസ്. പക്ഷെ സീസണൽ അല്ല, റീസണബിൾ അല്ല. ഇന്ന് കാണുന്ന പുതിയ ഒരു സാഹചര്യത്തിൽ ഒരുപാട് നൂതനമായ മാർഗങ്ങളിലേക്കും ഗ്രൗണ്ട് റിയാലിറ്റി, ഫീൽഡ് റിയാലിറ്റി കണ്ടുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് റിസർവ് ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസിയും ഫിനാൻഷ്യൽ ഡിസിപ്ലിനുമെല്ലാം വെച്ചു പുലർത്താനുള്ള പുതിയ ടൂൾസ് ആണ് നീഡ്സ് ഓഫ് ദി അവർ. അതിന്റെ അർത്ഥം ഇപ്പൊ നടപ്പിലാക്കിയ കാര്യങ്ങൾ അമ്പേ പരാജയം എന്നൊന്നും ഞാൻ സമർത്ഥിക്കുന്നില്ല. ബട്ട് ഈ കാര്യത്തില് ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ആളുകൾക്ക് ഒറ്റ കാര്യം കൂടി, ആളുകൾക്ക് ഇതിന്റെ റിലീഫ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ മിസ്റ്റർ ബാബു പറഞ്ഞതുപോലെ തന്നെ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു പോകാം, കൊടുക്കാതിരിക്കാനും പറ്റും. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അത് ഏതാണ്ട് PDF ഫയൽ പോലെയാ, എളുപ്പമല്ല, ഫ്ലെക്സിബിൾ അല്ല. അപ്പൊ അതിനതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. അതിന്റെ വോള്യം അനുസരിച്ച് മൊത്തം വായ്പയുടെ 60% എന്ന് നേരത്തെ സൂചിപ്പിച്ചതിൽ വീണ്ടും ഇറോഷൻ വരാൻ സാധ്യതയുണ്ട് എന്നതാണ് എന്റെ കണ്ടൻഷൻ. ശരി, വ്യക്തമാണ്. ശ്രീ ജിജോ തോമസ്, റിപ്പോ നിരക്ക് കുറഞ്ഞതിനെ തുടർന്ന് വായ്പ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ വായ്പ എടുക്കേണ്ടവരല്ല, ഇപ്പൊ നിലവിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ അത് അഫക്റ്റ് അല്ലെങ്കിൽ ഗുണം കിട്ടുക. ഇപ്പൊ വായ്പ എടുക്കേണ്ടത് തീർച്ചയായിട്ടും വായ്പ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക്, ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് റിപ്പോ റേറ്റിന്റെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോ റേറ്റ് കുറഞ്ഞതിന്റെ പേരിൽ എല്ലാവർക്കും ഗുണം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുണം കിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തവർക്ക് ഗുണം കിട്ടില്ല. കാരണം ഇപ്പൊ വാണിജ്യ ബാങ്കുകൾക്കാണ് കൂടുതൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ NBFCകളെ പോലുള്ള സ്ഥാപനങ്ങൾക്കൊന്നും ഇത് റിപ്പോ റേറ്റ് കുറയുന്നതനുസരിച്ചിട്ട് അത് പാസ് ഓൺ ചെയ്തുകൊണ്ട് നിർബന്ധമില്ല. പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ, നമുക്കിപ്പോ വാണിജ്യ ബാങ്കുകൾ റേറ്റ് കുറയ്ക്കുമ്പോൾ മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളും റേറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ഈ റിപ്പോ റേറ്റ് കുറച്ചതിന്റെ പേരിൽ കിട്ടാത്ത കുറച്ച് ആൾക്കാർ, നേരത്തെ മറ്റു സാർ പറഞ്ഞ ബാബു, രണ്ടാമത് പറഞ്ഞ സാർ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഫിക്സഡ് റേറ്റ് ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് കിട്ടാതിരിക്കാം. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ MCLR ലോൺ എടുത്ത് നേരത്തേക്ക്. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി പറയേണ്ടി വരും. നമുക്ക് ബാങ്കുകളൊക്കെ നേരത്തെ പണ്ട് കാലങ്ങൾ 2010 വരെ ബാങ്കുകൾ BPLR എന്ന് പറഞ്ഞൊരു മെത്തേഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. അതിന് ശരിക്കും പറഞ്ഞാൽ അതൊരു RBIയുടെ കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും നമുക്ക് ബാങ്കിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പവറിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരു മെത്തേഡായിരുന്നു. 2016 ആയപ്പോഴേക്കും അത് 2010 ആയപ്പോഴേക്കും നമുക്ക് മറ്റേ ബേസ് റേറ്റ് വന്നു. ബേസ് റേറ്റ് RBI ആണ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ 2016 ആയപ്പോൾ അത് MCLR വന്നു. 2019 ആയപ്പോൾ റിപ്പോ റേറ്റ് വന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ വാണിജ്യ ബാങ്കുകളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ, ഇപ്പൊ കാര്യം RBIയുടെ കൺട്രോളിലാണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി എങ്കിലും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്കും ഈ റിപ്പോ റേറ്റ് കുറച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഉടൻ തന്നെ റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ എല്ലാ വിഭാഗക്കാർക്കും കുറച്ച് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റ് അങ്ങനെ ആവുമ്പോൾ ഗ്രാജുവലി അത് കുറച്ച് കിട്ടാം. ഇനി ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ, പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും റിപ്പോ റേറ്റ് ഗുണം കിട്ടും, അത് ഉറപ്പാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ K. ബാബു, വ്യത്യസ്ത ബാങ്കുകൾ RBIയുടെ നിരക്ക് കുറയ്ക്കലുകൾ കൈമാറുന്നതിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഈ അസമത്വത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? റേറ്റിന്റെ ഡിസിഷൻ, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസിഷൻ നേരത്തെ സംസാരിച്ചതുപോലെ
ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓരോ ഇടപാടുകാർക്കും അല്ലെങ്കിൽ ഓരോ സെക്ടറിനും അതിൻ്റെതായിട്ടുള്ള ചില റേഷണയിൽ വെച്ചുകൊണ്ടാണ് കമേഴ്സ്യൽ ബാങ്കുകൾ പൊതുവെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബേസ് റേറ്റിനെ ബെഞ്ച് മാർക്ക് ആക്കി വെച്ചുകൊണ്ട് നടത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന സംവിധാനമുണ്ട്. MCLR-നെ അടിസ്ഥാനപ്പെടുത്തി ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടുമല്ലാത്ത മറ്റേതെങ്കിലും ഒരു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ റേറ്റ് ഫിക്സ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏകദേശം 60% ബാങ്ക് ലോണുകളാണ് ഇപ്പോൾ ബേസ് റേറ്റിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന ലോണുകളായിട്ടുള്ളത്. ബേസ് റേറ്റ് ലിങ്ക് ചെയ്ത ലോണുകൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണ്. അപ്പം ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകളാണെങ്കിലാണ് ഈ റിപ്പോ റേറ്റിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അതിന്റെ റേറ്റ് ഡയറക്റ്റ് ആയിട്ട് മാറിപ്പോകുന്നത്. ഇപ്പൊ ബാങ്ക് കരാറുകളിൽ തന്നെ ഈ കാര്യം വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഞങ്ങൾ ബേസ് റേറ്റിനോട് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ MCLR-നോട് ലിങ്ക് ചെയ്തിരിക്കുന്ന റേറ്റ് ആണ് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ തന്നെ ഈ റേറ്റിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അത് കസ്റ്റമേഴ്സിന് കൊടുക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. ചിലതരം കരാറുകളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്, അതുപോലെ തന്നെ റിപ്പോ റേറ്റ് ലിങ്കഡ് ആണെങ്കിൽ പോലും ഈ ഇൻട്രസ്റ്റ് റിവ്യൂ നടത്തുന്നത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നത് ഓരോ മാസം കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴായിരിക്കും എന്ന് ചിലതരം കരാറുകളിൽ ബാങ്കുകൾ എഴുതുന്ന പതിവുണ്ട്. അത് ഇടപാടുകാരും ബാങ്കുകളും കൂടെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടു കൂടെ ചെയ്യുന്ന കരാറുകളാണ്. ഈ കരാറുകളുടെ സ്വഭാവം പല ഇടപാടുകാരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. എന്നിരിക്കലും കരാറിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ അങ്ങനെ ആ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പം റീപ്പോ റേറ്റിൽ വരുന്ന മാറ്റം പല ബാങ്കുകളും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് കൊടുത്തേ പറ്റൂ. റിസർവ് ബാങ്കിന്റെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിന്റെ കീഴിലാണ് കമേഴ്സ്യൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഒരു കമേഴ്സ്യൽ ബാങ്കിനും റിപ്പോ റേറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ലോണിൽ റേറ്റ് താഴേക്ക് കുറച്ചു കഴിഞ്ഞാൽ 3 മാസത്തിന്റെ ഉള്ളിൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. 3 മാസം കഴിഞ്ഞിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ അത് വയലേഷൻ ആണ്. അത് കംപ്ലൈൻസ് അല്ല, നോൺ കംപ്ലൈൻസ് ആണ്, റെഗുലേറ്ററി നോൺ കംപ്ലൈൻസ് ആണ്. അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ കമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇന്ന് സാധിക്കില്ല. അതുകൊണ്ട് 3 മാസത്തിനുള്ളിൽ ഈ റേറ്റ് കൊടുത്തേ കഴിയും. ഇനി ചില ബാങ്കുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നു, ചില ബാങ്കുകൾ അല്പം കഴിഞ്ഞു കൊടുക്കുന്നു, ചില ബാങ്കുകൾ ഹോം ലോണിന് ആദ്യമേ കൊടുക്കുന്നു, ചില ബാങ്കുകൾ വാഹന വായ്പയ്ക്ക് ആദ്യമേ കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എന്നല്ലാതെ 90 ദിവസത്തിനുള്ളിൽ ഈ റേറ്റ് നിലവിലുള്ള കസ്റ്റമേഴ്സിന് റിപ്പോ റേറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഫ്ലോട്ടിംഗ് റേറ്റ് ആണെങ്കിൽ കൊടുക്കാതിരിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ ബാങ്കുകൾക്ക് സമ്മതമില്ല, അനുവാദമില്ല. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷനിൽ വലിയൊരു പ്രസക്തി ഇല്ലെന്നാണ് എൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അതിനോട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അത് കൊടുത്തേ പറ്റൂ. പക്ഷേ ഈ 3 മാസത്തെ വിൻഡോ ചിലപ്പോൾ ബാങ്കുകൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ ഫിക്സഡ് റേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും കൂടെ ആ റേറ്റിന്റെ ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ പറയാം. ഫിക്സഡ് റേറ്റ് ലോണുകളിൽ ബാങ്കുകളുടെ ഇടപാടുകാരായിട്ടുള്ള കരാറുകൾ റിപ്പോ റേറ്റ് മാറ്റുമ്പോൾ മാറ്റിക്കൊടുക്കാമെന്നല്ല. ഫിക്സഡ് റേറ്റുകളിൽ 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 10 വർഷത്തേക്ക് ഫിക്സഡ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാലാവധിക്കുള്ളിൽ റിപ്പോ റേറ്റ് മാറിയാലും മാറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ബാങ്കുകൾക്കില്ല. അത് ഇടപാടുകാർ ആവശ്യപ്പെട്ടിട്ടുമില്ല. അതേസമയം ഫിക്സഡ് റേറ്റിൽ ആണെങ്കിൽ പോലും കരാറിൽ ഒരു ക്ലോസ് ഉണ്ടാവും. പീരിയോഡിക്കലി ഫിക്സഡ് റേറ്റ് റീസെറ്റ് ചെയ്യും. റീസെറ്റ് ക്ലോസ് ഫിക്സഡ് കരാറുകളിൽ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഇടവേളകളിൽ ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ പോലും ഒരു റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ഉണ്ടാവും. റീസെറ്റ് ക്ലോസ് എന്നാണ് അതിനെ പറയുന്നത്. ഈ സമയത്ത് അന്ന് മാർക്കറ്റിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ ഒറിജിനൽ കരാറുകളിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസുകൾ അനുസരിച്ചോ പുതിയ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇരു കൂട്ടർക്ക് സാധിക്കും. അതാണ് ഇപ്പോഴത്തെ റേറ്റിന്റെ സിറ്റുവേഷൻ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ഒരു കാര്യം അറിയാനുള്ളത്, നമ്മൾ ഈ ഫിക്സഡ് റേറ്റും അതുപോലെ ഫ്ലോട്ടിംഗ് റേറ്റും ഹൈബ്രിഡ് റേറ്റ് എടുക്കുന്ന സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോൾ ലോണുകൾക്ക്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൈബ്രിഡ് റേറ്റിന്റെ പോർഷനിൽ റിപ്പോ റേറ്റിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. റിപ്പോ റേറ്റ് വെച്ചിരിക്കുന്ന റേറ്റ് ആണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ കൊടുക്കാതിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിന്റെ ട്രാൻസ്മിഷൻ 3 മാസത്തിനുള്ളിൽ കൊടുത്തേ കഴിയൂ. 3 മാസം വരെ വിൻഡോ മാത്രമേ ആളുകൾക്ക് ഉള്ളൂ. ഒരു ബാങ്കിനും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ആ 3 മാസത്തെ വിൻഡോ എന്ന് പറയുന്ന കംഫർട്ട് ഓരോ സ്ഥാപനങ്ങളും അവരുടെ രീതി അനുസരിച്ച് യൂസ് ചെയ്യുന്നത് മാത്രം. ശ്രീ ബാബു, ഈ റിപ്പോ റേറ്റ് നിരക്ക് കുറയ്ക്കുന്നത് ബാങ്കുകളുടെ പലിശ മാർജിനെ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയിൽ ഏതു തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഷോർട്ട് ടേം ലോണുകളുടെ റേറ്റ് ആണ്. ബാങ്കുകളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെന്റിന് വേണ്ടി ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പോൾ ബാങ്കുകൾക്ക് റിപ്പോ റേറ്റിന്റെ റേറ്റ് കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് കുറയും.
കോസ്റ്റ് ഓഫ് ഫണ്ട് കുറയുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കേണ്ട, കരാർ അനുസരിച്ച് തിരിച്ചു കൊടുക്കേണ്ടതും, പുതിയ വായ്പകൾ കൊടുക്കുമ്പോൾ കുറഞ്ഞ കോസ്റ്റ് ഓഫ് ഫണ്ട് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ റേറ്റിൽ വായ്പകൾ കൊടുക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ബാങ്ക് റിപ്പോ റേറ്റ് കുറഞ്ഞിട്ട് ഞാൻ റേറ്റ് കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. പുതിയ ലോണുകൾ കൊടുക്കുമ്പോൾ റിപ്പോ റേറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. റിപ്പോ റേറ്റുമേ എത്ര ടോപ്പ് ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശങ്ങളില്ല. അത് ഓരോ ബാങ്കിന്റെയും കോസ്റ്റ് ഓഫ് ഫണ്ട് അനുസരിച്ചും ഓപ്പറേഷൻ കോസ്റ്റ് അനുസരിച്ചും റിസ്കിന്റെ റിക്വയർമെന്റ് അനുസരിച്ചും ക്യാപിറ്റൽ കോസ്റ്റ് അനുസരിച്ചും മറ്റു ധാരാളം പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ടും റിപ്പോ റേറ്റിന്റെ മേലെ ടോപ്പ് ചെയ്യുന്നത് ഓരോ ബാങ്കുകളുടെയും ഇന്റേണൽ പോളിസിയാണ്. വളരെ വൈഡായിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള, അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കാൻ പാടില്ലെന്ന് മാത്രമേ റെഗുലേറ്ററി ഡയറക്ഷൻ ഇപ്പോഴുള്ളൂ. ഇപ്പോൾ റിപ്പോ റേറ്റുമേ ലിങ്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പോലും 5.5% ആണ് റിപ്പോ റേറ്റ് എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മാർജിൻ 3% ആണെന്നിരിക്കട്ടെ. ഇപ്പൊ നേരത്തെ 6% റിപ്പോ റേറ്റ്, 3% മാർജിൻ വെച്ചുകൊണ്ട് ഞാൻ 9% കൊടുത്തിരുന്ന ലോൺ എനിക്ക് ഇനിയും വേണമെങ്കിൽ 9% കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് 5.5% റിപ്പോ റേറ്റുമേ ഞാൻ 3.5% അല്ലെങ്കിൽ 4 അങ്ങനെയുള്ള 3.5% ആണ് ഞാൻ എന്റെ മാർജിൻ കൂട്ടുന്നത്. അതനുസരിച്ചുള്ള ഒരു കമ്പൽഷൻസ് എനിക്കുണ്ട്. അതിന് ബാങ്കുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ബാങ്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കോമ്പറ്റീഷനിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മറ്റു കോമ്പറ്റേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എൻവയോൺമെന്റ് ആണ്. ഞാൻ ഹോം ലോൺ കൊടുക്കുന്നത് 8% ആണെങ്കിൽ മറ്റൊരു ബാങ്ക് 7.5% കൊടുക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് 7.5% എടുത്തിട്ട് പോകും. അപ്പൊ അത് റിപ്പോ റേറ്റിന്റെ മേലെയുള്ള മാർജിൻ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത് ഡിസൈഡ് ചെയ്യുന്നത് പിന്നീട് മാർക്കറ്റ് ആയിരിക്കും. ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ, അതായത് റിപ്പോ റേറ്റ് നമുക്ക് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാങ്കുകൾ ആ റേറ്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡെപ്പോസിറ്റ് എന്ന് കൊടുക്കുന്ന റേറ്റിലാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഞാൻ 7% ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിരുന്ന റേറ്റ് ഇനി ഒരു വർഷത്തേക്ക് 6.5% ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് എന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട്, അതുകൊണ്ടാണ് റിപ്പോ റേറ്റ് താഴേക്ക് വരുമ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നിക്ഷേപത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറഞ്ഞു നിലവിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കുറയില്ല, പുതുക്കുന്ന സമയത്തായിരിക്കും പുതിയ റേറ്റ് വരുന്നത്. പക്ഷെ പുതിയ ഡെപ്പോസിറ്റുകൾ എടുക്കുന്ന സമയത്ത് ബാങ്കുകൾ ഉടനെ തന്നെ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി കുറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. ശ്രീ ടി നരേന്ദ്രൻ, റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചത് KSFE ഒക്കെ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ ഏതു തരത്തിലാണ് ബാധിക്കുക? ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലാഭക്ഷമതയെ ബാധിക്കില്ലേ? അല്ല, ഇവിടെ പരാമർശിച്ചതുപോലെ റിസർവ് ബാങ്കിന്റെ പർവിൽ റഡാറിന് കീഴിൽ പൂർണ്ണമായും വരുന്ന റിസർവ് ബാങ്കിന്റെ എല്ലാ നിയമാവലികളും പാലിക്കുന്ന ആ സ്ഥാപനങ്ങൾക്കാണ് ഇക്കാര്യത്തില് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഉള്ളത്. മറ്റുള്ളതിന്റെ നിയന്ത്രണമില്ല എന്നല്ല, ഫുൾ കൺട്രോള് എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഇൻഫോർമൽ സെക്ടർ എന്നൊരു സെഗ്മെന്റ് നിർണായകമായി വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലും ഇതിന്റെ അപ്ലിക്കേഷൻസിന്റെ റിഫ്ലക്ഷൻ അത് എൻവിസേജ് ചെയ്യുന്ന അതേ മോഡിൽ തന്നെ എക്കണോമിയിൽ പതിക്കണമെന്നില്ല. ഒന്ന്, നമ്മളുടെ ഇവിടെ പരാമർശിച്ച ഭവന വായ്പ, വാഹന വായ്പ, പ്രധാനമായിട്ടും അത് സാലറിഡ് എംപ്ലോയീസ് ആണ്. പെർമനന്റ് സാലറിഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലേബർ ഫോഴ്സിൽ ഏതാണ്ട് ഒരു 5% ഉള്ളൂ. അപ്പോ ഇതിലത്തെ മാറ്റം സമൂഹത്തിലെ വെണ്ണപ്പാളി വരുന്ന, ഉപരിതലത്തിൽ വരുന്ന കുറച്ചാളുകളുടെ ജീവിത സന്ധാരണത്തിലും എക്കണോമിയുടെ പെരിഫറൽ ടച്ച് മാത്രമേ ഉള്ളൂ. അന്തർധാരയോ അതിന്റെ അടിയൊഴുക്കുകളോ അതാണ് ഒരുപക്ഷെ നമ്മുടെ ഇൻഫോർമൽ സെക്ടറില് ഇതിന്റെ നേരിട്ട് പർവ്യൂവിൽ കണിശമായും വരാത്ത മറ്റു സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓഫ് കോഴ്സ് ഇതിന്റെ സ്വാധീനം ഉണ്ടാകും. അഥവാ ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, റിസർവ് ബാങ്കിന്റെ ബാങ്കേഴ്സ് ടു ബാങ്കർ എന്ന രീതിയിലോ ബാങ്കേഴ്സ് ടു ഗവൺമെന്റ് എന്നുള്ള രീതിയിലോ ഇന്നത്തെ ഇന്ത്യൻ എക്കണോമിയുടെ പൾസ് റീഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടൽക്ക് ഒട്ടനവധി മാനങ്ങളും മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. ശ്രീ നരേന്ദ്രൻ, ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറവ് വരുത്തുമ്പോൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും പലിശ നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതമാവില്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ വാട്ടർ ലെവലാണല്ലോ ശരിക്ക്. ഇവിടെ കുറയുമ്പോ അവിടെയും കുറയുന്നു. നേരത്തെ പറഞ്ഞതാണ് കാര്യം.
എന്താണത്? വായ്പയുടെ പലിശ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്നാണോ ഈ റേറ്റ് പ്രാബല്യത്തിൽ വരുന്ന അന്നു മുതൽ തുടങ്ങുന്ന ഡെപ്പോസിറ്റിന്റെയും പലിശ കുറയും. സ്വാഭാവികമായിട്ടും ഈ സ്വാധീനം ഇതര സ്ഥാപനങ്ങളിൽ വട്ടി പലിശക്കാരന്റെ പലിശ കുറയ്ക്കേണ്ടി വരും. ഡയറക്റ്റ് കൺട്രോൾ ഇല്ലെന്നേ സൂചിപ്പിച്ചുള്ളൂ. പ്രശ്നം അതല്ല. എക്കണോമി റിഫ്ലക്ഷനില് റിസർവ് ബാങ്കിന്റെ സ്വാധീനം നേരത്തെ പറഞ്ഞ ഇൻഫോർമൽ സെക്ടറും അതുമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി സംവിധാനങ്ങളെ പരിഗണിക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല, അൺനോട്ടീസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപരിതല കാഴ്ചകളെല്ലാം നമുക്ക് സ്വയം സായുജ്യപ്പെടാൻ പര്യാപ്തമാണ്. പക്ഷെ എക്കണോമിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അത് വേറെയും പുതിയ ടൂൾസ് കണ്ടെത്തണം. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ ഇന്നത്തെ തൊഴിലും വരുമാനവും അതനുസരിച്ചുള്ള പുതിയ സങ്കേതങ്ങൾക്കുള്ള ഒരു വഴി വെട്ടിക്കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് ഇത് മാറ്റേണ്ടതുണ്ട്. ഇവിടെയാണ് റിസർവ് ബാങ്ക് യഥാർത്ഥത്തിൽ പുതിയ സയന്റിഫിക് മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട് എന്ന കൺവെൻഷന്റെ ലോജിക്ക്. ശ്രീ നരേന്ദ്രൻ, താങ്കൾ ഉദ്ദേശിക്കുന്നത് റിസർവ് ബാങ്ക് സാധാരണ ജനങ്ങളെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ നയം മാറ്റങ്ങളിൽ അത് കണക്കാക്കുന്നില്ല എന്നാണോ? അത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. അത് റിസർവ് ബാങ്കിന്റെ ഒരുപക്ഷെ ഒരു 3 പതിറ്റാണ്ടായി അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ വന്നിട്ടുള്ള സ്ട്രിക്ചേഴ്സ് ആണ്, ആ അർത്ഥത്തിലുള്ള നിയന്ത്രണങ്ങളാണ്. ഏറ്റവും അവസാനം നമ്മൾ ശ്രദ്ധിച്ചല്ലോ, അവർക്ക് റിസർവ് ബാങ്കിന്റെ സുരക്ഷയ്ക്കും നാടിന്റെ എക്കണോമിക്കും പരിരക്ഷയ്ക്കും പര്യാപ്തമായ ആ റിസർവ് ഫണ്ടുകൾ ഇപ്പോ ആ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അത് മുഴുവൻ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇറ്റ് ബിക്കംസ് ദ ഇൻകം ഓഫ് ദ ഗവൺമെന്റ്, റവന്യൂ ഇൻകം. അപ്പോ റിസർവ് ബാങ്ക് അതിന്റെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എക്കണോമി ആസ് എ ഹോൾ അതിന് അതിന്റെ യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക് ഊഴ്ന്നിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതി വളരെ പ്രധാനമാണ്. എന്നാൽ മാത്രമാണ് ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് ഈ എക്കണോമിയെ മുഴുവൻ ബാധിക്കുന്ന സാധാരണ ജനങ്ങൾ അടക്കമുള്ള ആളുകളുടെ ഫീൽഡ് എക്സ്പീരിയൻസിലൂടെ ഒരു പുതിയ പോളിസി രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. ഇപ്പൊ പറഞ്ഞ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, ഞാനതാണ് ആദ്യം സൂചിപ്പിച്ച, തിയററ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്. പക്ഷെ ഇതിനൊക്കെ എത്ര മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഈ ടൂൾസിന്, ഈ വെപ്പൺസിന് എത്ര കൊല്ലത്തെ പഴക്കണ്ട്. അലുവപ്പുഴയിൽ കൂടെ കുറെ വെള്ളമൊക്കെ പിന്നെ ഒഴുകിപ്പോയി. അതനുസരിച്ച് കാലാനുസൃതമായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോഴും റിസർവ് ബാങ്ക് എൻവിസേജ് ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ മാറ്റങ്ങൾ റിസർവ് ബാങ്കിന്റെ പരിഗണനകളെ സ്വാധീനിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. റിസർവ് ബാങ്ക് ഒരുപക്ഷെ 2019 ശേഷമാണ് അവരുടെ കരുതൽ ധനം വൻതോതിൽ ഈ സർക്കാരിന് കൈമാറുന്ന ഒരു അനഭിലഷണീയമായ പ്രവണത ആരംഭിച്ചത് എന്ന് ആ ചാർട്ട് വെച്ച് നോക്കിയാൽ കാണാം. അതിനെ അനഭിലഷണീയമെന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ എന്താണ് റിസർവ് ബാങ്കിന്റെ കരുതൽ ധനത്തിന്റെ പ്രസക്തി? എക്കണോമിയിലെ ഒരു വലിയ ഒരു അട്രോസിറ്റി പോലെയുള്ള യുദ്ധം പോലെയുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വലിയ ഒരു ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കാൻ പര്യാപ്തമായ കരുതൽ ശേഖരത്തിന്റെ ആ നിരക്ക് താനെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഈ പൈസ മുഴുവൻ സർക്കാരിന് കൈമാറുന്നത്. അപ്പൊ എന്താണോ റിസർവ് ബാങ്ക് വാട്ട് ദേ ആർ ഇന്റൻഡഡ് ടു പെർഫോം, അതിന് അവരുടെ കയ്യില് റിസോഴ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് പോസ്റ്റ്മാന്റെ പണിയൊക്കെ എടുക്കുന്നുള്ളൂ. ശരി, ആ പണിയെടുത്ത് താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ ബാബു, ശ്രീ നരേന്ദ്രന്റെ നിരീക്ഷണങ്ങളോട് യോജിക്കുന്നുണ്ടോ? 2019 ശേഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം കൂടുതലായിട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് മാറ്റാൻ തുടങ്ങിയത് എന്ന കാര്യം വസ്തുതാപരമായിട്ട് ശരിയാണ്. അത് ഡോക്ടർ രഘുറാം രാജനും ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നതാണ്. അന്ന് അദ്ദേഹം അതിനോട് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തിരുന്നുള്ളത്. ഇതെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡിലുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം പിന്നീട് നമ്മുടെ ശക്തികാന്ത ദാസ് ഗവർണറായിട്ട് വരികയും അന്ന് അതിനുശേഷം കൂടുതലായിട്ടുള്ള കരുതൽ ധനം സെൻട്രൽ ഗവൺമെന്റിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
ഇപ്പോഴും നമ്മൾ ഏകദേശം ഒരു 2.5 ലക്ഷം കോടി രൂപയോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കരുതൽ ധനം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി ആണെന്ന് പറയുമ്പോഴും റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിന്റെ നിയമാവലി അനുസരിച്ച് റിസർവ് ബാങ്കിനോട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന റിസർവ് ബാങ്ക് പാലിക്കേണ്ട നിയമാവലി അനുസരിച്ച് റിസർവ് ബാങ്കിന് 6.5% ഓഫ് ദ ബാലൻസ് ഷീറ്റ് മാത്രമേ കരുതൽ ധനം സൂക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ള നിലപാടാണ് റിസർവ് ബാങ്കിനുള്ളത്. അതിന് പകരം ഇത്തവണ 7.5% റിസർവ് കരുതൽ ധനം സൂക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആണ് സെൻട്രൽ ഗവൺമെന്റ് മാറ്റി കൊടുത്തിരിക്കുന്നത് എന്നാണ് റിസർവ് ബാങ്കിന്റെ റെസ്പോൺസ് ഈ വിഷയത്തിലുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തിയററ്റിക്കലി നേരത്തെ നരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ തിയററ്റിക്കലി അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള റിസർവ് ഫണ്ടിനേക്കാൾ കൂടുതലായിട്ടുള്ള റിസർവ് ഫണ്ട് റിസർവ് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിന് ആനുപാതികമായിട്ട് സൂക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫണ്ട് മാത്രമേ സെൻട്രൽ ഗവൺമെന്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളൂ. അതിനൊരു അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ എന്റെ ഡിസ്കഷനിൽ ആദ്യമേ പറഞ്ഞതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഇൻഫ്ലേഷൻ മാനേജ്മെന്റും ലിക്വിഡിറ്റി മാനേജ്മെന്റും. ഡോക്ടർ രഘുരാം രാജൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം ആ കാര്യത്തിൽ അല്പം ഒരു കർശനക്കാരനും കൂടിയായിരുന്നു. ലിക്വിഡിറ്റി മാനേജ്മെന്റും ഇൻഫ്ലേഷൻ മാനേജ്മെന്റും തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് അത്ര പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളല്ല, എങ്കിലും ഞങ്ങൾ ആ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അവസാനത്തെ റിപ്പോ റേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഗവർണർ പറഞ്ഞത് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ലിക്വിഡിറ്റി മാനേജ്മെന്റും ഇൻഫ്ലേഷൻ മാനേജ്മെന്റും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതുമ്പോൾ തന്നെ രാജ്യത്തിന്റെ വികസനവും വേണ്ടതാണ് എന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. അതുകൊണ്ടാണ് 6 മെമ്പർമാരും യുനാനിമസിലായിട്ട് 50% കുറയ്ക്കാനും സെപ്റ്റംബർ മാസം മുതൽ നവംബർ മാസമുള്ള പീരീഡിൽ 1% CRR കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് റിസർവ് ബാങ്ക് ഡയറക്ഷണലി ഗ്രോത്തിനോട് ഫിസിക്കൽ പോളിസിയോട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ആംബിഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡയറക്ഷണൽ ചേഞ്ച് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. റിസർവ് ബാങ്ക് ബാങ്കിങ് സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് എടുക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടല്ലേ ഇതിനെയൊക്കെ കാണേണ്ടതുള്ളൂ? ലിക്വിഡിറ്റി ബാങ്കിങ് സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഉറപ്പാക്കാൻ വേണ്ടി എടുക്കുന്ന ടൂൾസ് ആണ് മോണിറ്ററി പോളിസിയിലുള്ള ടൂൾസ് ആണ് റിപ്പോ റേറ്റിനെ കുറിച്ചുള്ള ഡിസിഷൻ, അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റിനെ കുറിച്ചുള്ള ഡിസിഷൻ, CRR-നെ കുറിച്ചുള്ള ഡിസിഷൻ. 1% കുറച്ചു എന്ന് പറയുന്ന കാര്യം ലിക്വിഡിറ്റി എൻഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ SLR-ൽ വരുന്ന മാറ്റങ്ങൾ ലിക്വിഡിറ്റി എൻഷർ ചെയ്യാനാണ്. ഇത് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി ഏകദേശം 8 ലക്ഷം കോടി രൂപ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിക്വിഡിറ്റി മാനേജ്മെന്റിന് വേണ്ടി എൻഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിക്വിഡിറ്റി മാനേജ്മെന്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ചെയ്യാവുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഒന്നും ഇത്ര ആക്റ്റീവ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ മാർക്കറ്റിൽ ചെയ്തിരുന്നില്ല ലിക്വിഡിറ്റി എൻഷർ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ശ്രദ്ധിച്ചാൽ അറിയാം, റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ CRR കുറയ്ക്കുക എന്ന് പറയുന്നത് അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. ഇതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരേ സമയവും റിപ്പോ റേറ്റും CRR കുറച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ചില മാറ്റങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജിജോ തോമസ്, റിപ്പോ നിരക്കിന് പുറമെ വായ്പാ നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ബാങ്കുകൾ എന്തൊക്കെ ഘടകങ്ങളാണ് സാധാരണഗതിയിൽ പരിഗണിക്കുന്നത്? നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഘടകങ്ങൾ നമ്മൾ എപ്പോഴും ബാങ്ക് ഒരു ലോൺ കൊടുക്കുന്ന റിസ്കിനെ നോക്കിയിട്ടാണ്. ഒരു കസ്റ്റമർക്ക് ലോൺ കൊടുക്കുമ്പോൾ അവന് എന്തോരം റിസ്ക് നമുക്കുണ്ട്. അപ്പോൾ റിസ്ക് കൂടുമ്പോൾ പലിശ കൂടും, റിസ്ക് കുറയുമ്പോൾ പലിശ കുറയും. ഇപ്പോൾ ഉറപ്പായിട്ടും ഒരു ഡിഫോൾട്ട് വരുത്തുന്ന ക്ലയന്റിന് ഈ റിപ്പോ റേറ്റിന്റെ ബെനിഫിറ്റ് നേരിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പല ഘടകങ്ങളുണ്ട്. സെക്യൂരിറ്റി കൂടുമ്പോൾ റിസ്ക് കുറയും. അപ്പോൾ നമ്മ റിപ്പോ റേറ്റ് കുറയും. റിപ്പോ റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രെഡ്, നമ്മൾ നേരത്തെ ബാബു സാർ പറഞ്ഞ പോലെ ഒരു സ്പ്രെഡ് വെക്കും. അതുകൂടാതെ റിസ്ക് പ്രീമിയം വെക്കും. അപ്പൊ അത് എത്രയാണ് സ്പ്രെഡ് വെക്കുന്നത്, എത്രയാണ് റിസ്ക് പ്രീമിയം വെക്കുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ബാങ്കിനും നമുക്ക് ഇപ്പൊ 6.5 റിപ്പോ റേറ്റ് സ്പ്രെഡ് ചിലപ്പോൾ ഒരു ലോൺ, ഹൗസ് ലോണിന് ചിലപ്പോൾ 2.5% സ്പ്രെഡ് കൊടുത്ത് ഒരു സെക്ടർ ഓഫ് ക്ലയൻസിന്
അല്ലെങ്കിൽ അവരുടെ സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ട് ആ സ്പ്രെഡ് കൊടുത്തു, അതിന്റെ റിസ്ക് പ്രീമിയം ഇത്ര % വെച്ചു. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരു കസ്റ്റമറുടെ ബാർഗൈനിങ് കപ്പാസിറ്റിനനുസരിച്ചിരിക്കും ഒരു കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അവന്റെ ലോൺ എടുക്കാനുള്ള കപ്പാസിറ്റി അളക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലവിൽ അദ്ദേഹത്തിന്റെ ബാലൻസ് ഷീറ്റുകളോ അല്ലെങ്കിൽ അവരുടെ ITR അല്ലെങ്കിൽ അവന്റെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവന്റെ ഒരു ബിസിനസിന്റെ ഒരു സ്ട്രെങ്തോ വെച്ചിട്ടാണ് അവന്റെ ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി നിൽക്കുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് കൂടാതെ ഞാൻ പറയും, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ പറയും, ആ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് അവന്റെ റിസ്ക് ആണ്, ബാങ്ക് റിസ്ക് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ആ റിസ്ക് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, റിസ്ക് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നരേന്ദ്രൻ, സാധാരണ ജനങ്ങൾ, വായ്പ എടുക്കാൻ പോകുന്ന ആളുകൾ ഈ റിപ്പോ നിരക്കിനെ കുറിച്ചോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരല്ല. ബാങ്കുകൾ ഇക്കാര്യങ്ങൾ സാധാരണഗതിയിൽ കൃത്യമായി വിശദീകരിക്കാറുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്? ബാങ്കിങ് ടെർമിനോളജിയിലെ ചില വൊക്കാബുലറീസിന്റെ അതിന്റെ യഥാർത്ഥ മീനിങ്, അന്തസത്ത വേണ്ടത്ര ഗ്രഹിക്കാത്ത ബാങ്ക് ജീവനക്കാർ കൂടി ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു സ്വയം വിമർശനമാണ് കേട്ടോ. എന്നിട്ട് വേണ്ടേ ഇടപാടുകാർക്ക്? കാരണം കാലങ്ങളായി ചെയ്തു പോരുന്ന ചില കാര്യങ്ങളുടെ തനിയാവർത്തനം. ഇപ്പോൾ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, എനിക്ക് തോന്നുന്നു ഒരു BA എക്കണോമിക്സ് വിദ്യാർത്ഥി പോലും അതിന്റെ യഥാർത്ഥ ക്രക്സ് ഓഫ് ദ മാറ്റർ അറിയണമെന്നില്ല. അത് വീണ്ടും നമ്മളുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അവിടെ ബാങ്കിലേക്ക് കയറി വരുന്ന ഇടപാടുകാരന് ഇക്കാര്യത്തിലൊന്നും യാതൊരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ അറിയുന്ന റിസർവ് ബാങ്ക് നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ സ്വഭാവത്തിലുള്ള ഈ പിന്നോക്കാവസ്ഥ കൂടി പരിഗണിച്ച് അതിനുതകുന്ന ടേംസ് ആൻഡ് പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ അവരെ പഠിപ്പിച്ചിട്ട് നന്നാക്കിയിട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതല്ല പ്രായോഗികമായിട്ടുള്ള മാർഗം. ഇവിടെ നേരത്തെ ബാബു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ വേറൊരു തൂരത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അത് മറ്റൊന്നുമല്ല, മോണിറ്ററി പോളിസി സ്ഥിരിക്കണം, യെസ്. ലിക്വിഡിറ്റി എൻഷുർ ചെയ്യണം, യെസ്. ഡെവലപ്മെന്റും കൂടി വേണം. ഞാനൊരു ഡിബേറ്റബിൾ ഇഷ്യൂ പുറത്തിടുക. അതെന്താ? ഇഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രൈമറി കൺസേൺ, ഇപ്പൊ നമ്മുടെ SLR 18%, CRR 3.5, 22% മാക്സിമം. ഒരു 3 പതിറ്റാണ്ട് മുമ്പ് ഈ റേറ്റ് എത്രയായിരുന്നു എന്നറിയോ? 38% SLR-ഉം 15% CRR-ഉം ആണ്. 38, 10, 48, 5, 53 കഴിഞ്ഞ് ബാക്കിയുള്ള റിസോഴ്സസ് ആണ് ലെൻഡ് ചെയ്തിരുന്നത്. ദാറ്റ് മീൻസ് around 50% of Indian banking resources are kept with the government for further development and growth of the country. ഇപ്പൊ എത്ര കിട്ടണേ? 22%. പകുതിയെ കിട്ടണുള്ളൂ. ഡെവലപ്മെന്റ് ആണ് ലക്ഷ്യമെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ പണത്തിന് വായ്പ കൊടുക്കണം കേട്ടോ. വായ്പ കൊടുക്കുന്നതിൽ കോംപ്രമൈസ് വേണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഡെവലപ്മെന്റ് സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് മുഖാന്തരം നടത്തണമെങ്കിൽ ബാങ്കിങ് റിസോഴ്സിലെ ഡെപ്പോസിറ്റുകള് ആകർഷകമാക്കി ഡെവലപ്മെന്റ് പാറ്റേൺ പൈലറ്റ് ചെയ്യാൻ ദിസ് പോളിസി ഈസ് നോട്ട് സ്യൂട്ടബിൾ. ഇനി വായ്പ കൊടുത്ത ആർക്കാ? വായ്പ കൊടുത്തതിന്റെ വലിയ പ്രധാനപ്പെട്ട സെഗ്രിഗേഷൻ വിളിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്ലാസ് പൊളിറ്റിക്സ് മനസ്സിലാവും. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലെ വായ്പയുടെ 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള വായ്പ കോൺസ്റ്റിറ്റ്യൂട്ട്സ് അബവ് 80%. അതിന്റെ താഴെ അത്രേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ സാധാരണക്കാരനെ ഇത് പഠിപ്പിക്കേണ്ടതല്ല വിഷയം. ഡിപ്ലോയ്മെന്റ് ഓഫ് ഇന്ത്യൻ റിസോഴ്സസ് ടു ഹൂം എന്നുള്ളതാണ് റിസർവ് ബാങ്കിന്റെ മുമ്പിൽ പോസ് ചെയ്യേണ്ടത്. പിന്നെ SLR, CR എന്ന് പറയുന്നാൽ വിത്തിൻ ദ ഫ്രെയിം വർക്കിൽ വരുന്ന ചില നീക്കുപോക്കുകളാണ്. മൗലികമായ വ്യത്യാസത്തിന് ഇതൊന്നും പര്യാപ്തമല്ല. ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആവണമെന്നുണ്ടെങ്കിൽ അതും ട്രസ്റ്റ് കൊടുക്കണം, മറ്റത് മോണിറ്റർ ചെയ്യണം, ലിക്വിഡിറ്റി ഉറപ്പാക്കണം. ഇത് രണ്ടും ചെയ്യും. പ്രശ്നം എന്താണെന്നറിയാമോ? ടു ഹൂം യു ആർ കമ്മിറ്റഡ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം.
അവിടെയാണ് നേരത്തെ പറഞ്ഞ സമൂഹത്തിലെ പെരിഫറൽ ആയിട്ടുള്ള ക്രീമിയസ്റ്റ് ക്രീം ആയിട്ടുള്ള ആളുകളെ അഡ്രസ് ചെയ്യുന്നത് മാത്രമാണ് ഈ പോളിസിയുടെ ഒക്കെ തന്നെ നട്ഷൻ. അതുകൊണ്ടാണ് പല കാര്യത്തിലും റിസർവ് ബാങ്കിന് പോലും മറുപടി ഇല്ലാതാവുന്നത്. They are not free. ശരി, ഞാൻ നടപടിയാണ്. ശ്രീ കെ ബാബു, നിലവിൽ വായ്പ എടുത്തവർ ഈ നിരക്ക് കുറയ്ക്കലിൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അവർ റീഫിനാൻസിങ് അല്ലെങ്കിൽ റിപ്പോ ലിങ്ക്ഡ് ലോണിലേക്ക് മറ്റും മാറുന്നത് പരിഗണിക്കണോ? നിലവിൽ വായ്പ എടുത്തിരിക്കുന്ന റിപ്പോ റേറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇടപാടുകാർ ഒന്നും ചെയ്യേണ്ടതില്ല. അത് എഗ്രിമെന്റിൽ ഉള്ളതാണ്, അത് കരാറിലുള്ളതാണ്. കമേഴ്ഷ്യൽ ബാങ്കുകൾ അത് ഇടപാടുകാർക്ക് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പലിശ കുറവ് കൊടുക്കേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടതില്ല. 3 മാസം കഴിഞ്ഞിട്ടും ആ പലിശയുടെ കുറവ് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ബാങ്കിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അങ്ങനെ ഏതെങ്കിലും ബാങ്ക് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ അത് ബാങ്കിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, ബാങ്കിന് കൊടുക്കാം, അല്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ പോലായിട്ടുള്ള സംവിധാനങ്ങൾ ഇൻവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറങ്ങളിൽ ഇൻവോക്ക് ചെയ്യാന്നാണ്. എനിക്ക് ആ ഒരു ആനുകൂല്യം 3 മാസം കഴിഞ്ഞിട്ടും എന്റെ ലോണിലേക്ക് അത് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിന് എതിരായിട്ടുള്ള അപേക്ഷകളോ പരാതികളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകുകയും ഏതെങ്കിലും ഒരു ഇടപാടുകാരന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അനീതിയോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുള്ളതാണ്. അതുകൊണ്ട് ഇടപാടുകാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ഇടപാടുകളിൽ തവണ അടയ്ക്കുന്ന ഇടപാടുകൾ ഉണ്ടാവാം. ഇതുപോലെ ഭവന വായ്പകളോ അല്ലെങ്കിൽ വാഹന വായ്പകളോ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്ന വായ്പകളോ പേഴ്സണൽ വായ്പകളൊക്കെ ഉണ്ടാവും, പേഴ്സണൽ ലോണിലൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മളൊരു തവണ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ലോണിന് ഞാൻ ഇപ്പോൾ 10,000 രൂപയാണ് അടച്ചു വരുന്നതെങ്കിൽ റിപ്പോ റേറ്റ് 0.5% അല്ലെങ്കിൽ 1% കുറയ്ക്കുമ്പോൾ എനിക്ക് ഒരു പക്ഷേ 150 രൂപ 200 രൂപ തവണയിൽ കുറഞ്ഞു കിട്ടാൻ എനിക്ക് അർഹതയുള്ളതാണ്. ആ തവണയിൽ കുറഞ്ഞു കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ബാങ്കിനോട് പറയാൻ കഴിയും ഈ തവണയിൽ തന്നെ എനിക്ക് കുറച്ച് തരണം. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത്, ഒരു ഇടപാടുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു ഓപ്ഷൻ ഉള്ളത്, എനിക്ക് ബാങ്കിനോട് പറയാം അല്ലെങ്കിൽ എന്റെ ധനകാര്യ സ്ഥാപനത്തിനോട് പറയാം, ഞാൻ ഈ തവണ തുക തന്നെ അടച്ചുകൊള്ളാം, ഇപ്പോൾ അടയ്ക്കുന്ന 10,000 രൂപ തന്നെ ഞാൻ അടച്ചുകൊള്ളാം. അങ്ങനെയാണെങ്കിൽ കാലാവധിക്ക് മുൻപ് തന്നെ ലോൺ അവസാനിച്ച് കിട്ടും. അത് എന്റെ ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഇടപാടുകാർക്ക് കൊടുക്കണം എന്നുള്ളതും ഇടപാടുകാർക്ക് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളതും റെഗുലേറ്ററി ഡയറക്ഷനിലുള്ളതാണ്. ബാങ്കുകളെല്ലാം കമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം തന്നെ റെഗുലേറ്ററി എൻറ്റൈറ്റീസ് എല്ലാം തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് അവർക്ക്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച നടപടി സാമ്പത്തിക ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യമാർന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ബാങ്ക് വായ്പകളുടെ പലിശ നിരക്കുകൾ കുറയുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഉത്തരം. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ ബാബു, ടി നരേന്ദ്രൻ, ജിജോ തോമസ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.